സൂപ്പറായിട്ടുണ്ട്. കുത്തി ഒന്നുകൂടെ അത് ഫുൾ സെറ്റപ്പിലാക്കി എടുക്കുകയാണ്. ഓക്കെ, നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. വെന്തുണ്ട് ആയിട്ടില്ല. അപ്പോൾ നോക്കാം, ഒന്നുകൂടെ നോക്കാം. ഒന്ന് ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫിഷ് മാറ്റിയിട്ട് ചിക്കൻ വയ്ക്കാനുള്ള പ്ലാനാണ്. ഇവിടെ ആയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മളെടുത്തത് ഇതാണ്, എടുത്ത് മാറ്റിയിട്ടുണ്ട്. അടുത്ത് ചിക്കനാണ് എടുക്കുന്നത്. ഇത് കുഴപ്പമില്ല. വിപിൻ സാറ് അതിവിദഗ്ധമായിട്ട് ഒന്നും മിസ്സാക്കാതെ ക്ലിയർ ആയിട്ട് എല്ലാം വൃത്തിയായിട്ട് എടുക്കുന്നുണ്ട്. നോക്കാം, എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ചുകൂടെ ഉണ്ട് നമുക്ക് ചെയ്യാനുള്ളത്. മസാല ഇട്ട് വെച്ച മീനാണ്. അടുത്തത് ഇവിടെ ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ സാർ പറയുന്നത്? മസാല ഇട്ട് വയ്ക്കുന്നത് എന്താ പറയുക, ഗ്രേറ്റ് ചെയ്യുന്നത്? ഗ്രേവിയല്ല. മൈഗ്രേറ്റ് ഇല്ല, എന്താന്ന് പറയും. നോക്കാം. മീന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മട്ടൺ അടിപൊളിയായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ എഫക്റ്റ് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഫിഷൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കാം. അടുത്ത് റെഡി ആയിട്ട് വെച്ചിരിക്കുകയാണ്. അത് അങ്ങോട്ട് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. അടുത്തത് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ വയ്ക്കുകയാണ്. ഇതും അടിപൊളി മസാലയൊക്കെ ഇട്ടിട്ടാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് കറക്റ്റായിട്ട്. ഇത് ഒരുവിധം വലിയ പീസായിട്ടാണ് ഉള്ളത്. പുഷ്പരസം നന്നായിട്ട് വെക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് വെക്കുന്നുണ്ട്. കുറച്ചൊന്ന് നീക്കിയിട്ട് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ. ഇനി ആ മസാല മൊത്തം ഒഴിച്ചു കൊടുക്കുകയാണ്. നോക്കാം, കംപ്ലീറ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വേസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മസാല ഉണ്ട്. സാർ അടിയിലൊന്ന് പിടിക്കാം വെച്ചിട്ടുണ്ട്. ഇനി ഇതാ, അപ്പോൾ ഒരു സെക്ഷൻ വെച്ച് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ കൂടെ വെക്കുകയാണ്. 2 വെച്ചിട്ടുണ്ട്. 2 ബാർബിക്യൂ സ്റ്റാൻഡ് 2 വെച്ചിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. ബാർബിക്യൂ ചെയ്ത് ടേസ്റ്റ് നോക്കാൻ നല്ല അടിപൊളിയുണ്ട്. നല്ല സ്പൈസി ആയതുകൊണ്ട്, സ്പൈസ് കമ്മിയായതുകൊണ്ട്. ഇത് ചപ്പാത്തിയാണ്. ഇവിടെ മാലദ്വീപ്സിൽ ഇത് ചപ്പാത്തി എന്ന് തന്നെ പറയാം. ഇത് റോഷി എന്നാണ് പറയാം. റോഷി ഞാൻ ഫിഷാണ്. ഇപ്പോൾ ഇത് പ്ലേറ്റ് ആവശ്യമുണ്ടെങ്കിൽ പ്ലേറ്റ് എടുക്കാം, അല്ലെങ്കിൽ പ്ലേറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം. കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എടുക്കുക, സാറിന് കൊടുക്കുക. ഇത് റോഷിയാണ്. റോഷി എടുത്തിട്ടുണ്ട്. ഇതാ, പിന്നെ ഫിഷ് എടുത്ത് അങ്ങനെ കഴിക്കുകയാണ്. കഴിഞ്ഞു. ഇനി അടുത്തത് ചിക്കനാണ്. ചിക്കൻ ലെഗ് എല്ലാ പീസസും ഉണ്ട്. ചിക്കനാണ് അടുത്തത്. ഓക്കെ, മീന് വന്ന് ബാർബിക്യൂ ചെയ്തെടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ട്. സാറേ കൈ നോക്കി, ചൂട് ണ്ട്. ഏകദേശം നമുക്ക് എടുക്കാൻ പറ്റും തോന്നുന്നുണ്ട്. ചിക്കൻ്റെ കൂടെ തന്നെ മന്തിയുണ്ട്. നോക്കാം നമുക്ക്. ഗൈസ്, മന്തി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ. ആട്ടാ മോനെ, എടി മോളെ, നോക്ക്. ഇതാണ് മന്തി വിത്ത് ചിക്കൻ പീസസ്. മീൻ കുറച്ച് കഴിച്ചാൽ പോരാന്ന് ഇപ്പൊ ഒരു തോന്നല്ലേ? മന്തിന്റെ കൂടെ എന്താ സാർ നോക്കി. ആയിട്ടുണ്ട്. ഇതാണ് മന്തി ചിക്കൻ പീസസ്.
ഇനി ഒരു പീസ് കൂടെ വന്നിട്ടുണ്ട്, ഒരു പീസ് കൂടെ ഉണ്ട്. പ്രതീക്ഷ വരുമാനം കിട്ടുമ്പോൾ പൈസ കൊടുക്കുന്ന അതെ, എന്തായാലും ഇത് കുറെ കൈസങ്ങൾ കിട്ടും. എവിടെ പോയാലും ക്യാമറ കണ്ണുകളേ ഉള്ളൂ. എടുക്കണ്ടല്ലേ, പിടിക്കണ്ട. ഗ്രാൻഡ് പീസസ് അടിപൊളി ടേസ്റ്റ് ആയെന്ന് തോന്നുന്നുണ്ട്. കാരണം ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് 10 മണിക്കൂറാണ് വെച്ചിരിക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. ഇന്നത്തെ ന്യൂ ഇയർ പൊളിച്ച് ഞങ്ങള് ഇതേപോലെ എല്ലാ വർഷവും വർഷം മുഴുവൻ ഇതേപോലെ തന്നെ കിട്ടാൻ പ്രാർത്ഥിക്കാം നമുക്ക്. നമ്മുടെ എല്ലാ പ്രോഗ്രാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണാം ചാനലിൽ, യാത്ര ടെയിൽസ്. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഗൈസ്. ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. ഇവിടെ ഇന്ന് നമ്മുടെ പ്രിൻസിപ്പൽ സാറാണ് നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റോഷി, അതേപോലെ തന്നെ മസൂണി, പിന്നെ കോഫി എല്ലാമാണ് എല്ലാം തന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. ഒരു ഹായ് 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 എന്ന് പറഞ്ഞു. ഹായ് എല്ലാവരും ഉണ്ട്. ഓക്കെ ഗൈസ്, കാണാം. ട്രിപ്പ് കഴിഞ്ഞു, അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ ബോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ട് 2:30 എത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല സൂപ്പർ ട്രിപ്പായിരുന്നു, വണ്ടർഫുൾ ട്രിപ്പായിരുന്നു. ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഗ്രൗണ്ടിലേക്ക്, ഹാർബറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫെറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഫെറി എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മെല്ലെ നമ്മുടെ ഐലൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പോകാനുള്ള ഐലൻഡിലേക്കുള്ള ഫെറിയാണ് കേട്ടോ. ഈ ബോട്ടിലാണ് ഇന്നലെ വന്നത്. അപ്പോൾ ഇന്നിപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. നോക്കാം, എത്തിയ ഉടനെ അതിൽ കയറും നമ്മൾ. നമ്മുടെ ടീച്ചേഴ്സിനോട് ഹായ് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാണ്. എല്ലാവരും ഉണ്ട്, എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഓക്കെ, എല്ലാം പോകുന്നുണ്ട്. ടീച്ചറാണ്. ഓക്കെ സാർ, അപ്പോൾ പ്ലാൻ ചെയ്യട്ടോ നിങ്ങൾ. ബൈ. ഓക്കെ, നമ്മൾ പോവാണ്. നമ്മൾ വന്ന ആൾ തന്നെയാണ്, കപ്പിയാണ്. ബോട്ടെ ബേബേ, ഓക്കെയാണ് ബേബേ. ഓക്കെ, എല്ലാവരും ഉണ്ട്. ലഗേജസ് കൊണ്ടുവന്നിട്ടുണ്ട്, സാധനങ്ങൾ ഇറക്കാണ്. ഞങ്ങളപ്പോൾ തിരിച്ചു പോവാണ്. അങ്ങനെ നമ്മൾ ഐലൻഡിൽ, നമ്മുടെ വന്ന ഐലൻഡിൽ ഇവിടെ പറഞ്ഞ് ഞാൻ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കപ്പി, എക്സ്പേർട്ടായുള്ള കപ്പിയാണ്. ഇതേത് ബോട്ടിൽ പൈസ വാങ്ങിക്കാവുന്ന ആളാണ്. ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ടിക്കറ്റ് ഒന്നാണ്, ഇതാണ് ടിക്കറ്റ്, 3 ടിക്കറ്റാണ്. കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഐലൻഡിൽ പോവാണ്. സീ വളരെ റഫാണ്. ബോട്ട് ആട്ടി ഉലഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ഉള്ള റഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഐലൻഡ്, ആ കാണുന്നതാണ്, തൊട്ടടുത്താണ്. നമ്മളിപ്പോൾ വന്നത് ഈ ഐലൻഡാണ്, ഈ ദ്വീപാണ്. അങ്ങനെ ന്യൂ ഇയർ ഡേ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഐലൻഡിൽ തിരിച്ചെത്തി. വളരെ അവിസ്മരണീയമായ ഒരു ട്രിപ്പായിരുന്നു, സൂപ്പർബായ ട്രിപ്പ്.